അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് നൂർജഹാൻ മേരി. എനിക്ക് 2 മാസം മുമ്പ് ഗ്യാസിൻ്റെ അസ്വസ്ഥതകളുണ്ടായിരുന്നു. അതായത് ഒരു രാത്രി ഫുഡ് ഞാൻ കഴിച്ചത് എനിക്ക് ശരിയായില്ല. രാത്രി കുഴപ്പമുണ്ടായിരുന്നില്ല. കാലത്ത് എണിക്കും തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും ഛർദ്ദിക്കലും കുത്തി ഛർദ്ദിക്കലായിരുന്നു. വയറ് ആകെ മറയലായിരുന്നു. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയാം. ഞാൻ പല കൈമരുന്നുകളൊക്കെ നോക്കി, ഒന്നും സാധിച്ചില്ല. വീണ്ടും ഞാൻ ഡോക്ടറോടേക്ക് പോയി ഡോക്ടർ 5 ദിവസത്തേക്ക് മരുന്ന് എഴുതി തന്നു. ആ മരുന്ന് കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു സഹോദരിയെ വിളിച്ചു പറഞ്ഞു, തോട്ടക്കര അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് വന്നാൽ സൗഖ്യം കിട്ടുന്നു. അത് ആ സഹോദരി അവിടെയുണ്ട്. ഞങ്ങൾ ആ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു. എനിക്ക് അന്ന് തന്നെ അച്ഛൻ പറഞ്ഞു അന്ന വെള്ളം കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന വെള്ളമൊക്കെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി 3 പ്രാവശ്യം കുരിശ് വരച്ച് വീടൊക്കെ വെഞ്ചിരിച്ച് വെള്ളം കുടിച്ചു. വിശ്വാസ പ്രമാണം 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം, ലൂക്ക 10:19 33 പ്രാവശ്യം എല്ലാം ചൊല്ലി കഴിഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞ് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞിരുന്നു, സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് എല്ലാം സൗഖ്യം കിട്ടി അച്ഛൻ്റെ ആ പ്രാർത്ഥനയിലൂടെ. അപ്പോസ്തലൻ 16:31 പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഈ വചനത്തിൻ്റെ ശക്തിയാലും അച്ഛൻ്റെ പ്രാർത്ഥന കൈവപ്പിലൂടെയും എനിക്ക് സൗഖ്യം കിട്ടിയതിന് 1000 നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. വർഷങ്ങളായിട്ട് ഇവിടെ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട സഹോദരിയാണ്. ഇപ്പോൾ അവർ താമസിക്കുന്നത് മകളുടെ കൂടെ കുറ്റിക്കാടാണ്. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ വെള്ളം വെഞ്ചരിച്ചത് കൊണ്ടുപോയി നിങ്ങൾ ഉപയോഗിക്കുക, കുടിക്കുക. പല സ്ഥലങ്ങളിലും നിങ്ങൾ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഒഴിക്കുക. അതിൻ്റെ വ്യത്യാസവും മാറ്റവും വരും. ഏറ്റവും കൂടുതൽ വചനം പഠിക്കുക എന്നുള്ള, വചനം പഠിച്ചു കഴിഞ്ഞാൽ വചനത്തിൻ്റെ കൃപ, വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവസിക്കും.